ഗവർണർമാർ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് ബി നാഗരത്ന. ഗവർണർമാരുടെ വീഴ്ചകൾ കോടതിക്ക് മുന്നിലെത്തുന്നത് ആരോഗ്യകരമായ പ്രവണതയല്ല. ചുമതല നിർവഹിക്കാൻ ഗവർണർമാരോട് ആവശ്യപ്പെടേണ്ടി വരുന്നത് അസ്വസ്ഥപ്പെടുത്തുന്നുവെന്നും ഗവർണർ എന്നത് സുപ്രധാനമായ ഭരണഘടനാ പദവിയാണെന്നും ജസ്റ്റിസ് ബി നാഗരത്ന പറഞ്ഞു. ശ്യാം ദേവരാജുണ്ട്. ശ്യാം, ഏത് സാഹചര്യത്തിലാണിപ്പോൾ സുപ്രീം കോടതിയുടെ വിമർശനം? സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ബി നാഗരത്നയുടേതാണ് ഇത്തരം ഒരു ആശങ്ക പ്രകടിപ്പിച്ചത്. ബി നാഗരത്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ, ഒരു പൊതുചടങ്ങിൽ പ്രസംഗിക്കവെയാണ് ഇത്തരം ഒരു ആശങ്ക ഉയർത്തുകയും ചെയ്തത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗവർണർമാർക്കെതിരെ വിവിധ സംസ്ഥാന സർക്കാരുകൾ ഹർജികളുമായി സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയിരുന്നു. പ്രത്യേകിച്ചും കേരളം, തമിഴ്നാട്, തെലങ്കാന, ഒപ്പം പശ്ചിമ ബംഗാൾ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നും പഞ്ചാബ് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധിന്യായമടക്കം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ നിന്നും വിധിന്യായമടക്കം പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തമിഴ്നാട് മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്തതടക്കമുള്ള വിഷയങ്ങളിൽ തമിഴ്നാട് മന്ത്രിക്കെതിരെയും തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിക്കെതിരെയും വിമർശനം ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് ബി നാഗരത്നയുടെ വിമർശനം. എല്ലാ ഗവർണർമാരും ഭരണഘടനയ്ക്ക് അനുസരിച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം എന്ന കാര്യമാണ് ജസ്റ്റിസ് ബി നാഗരത്നം വിമർശനമായി ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സുപ്രീം കോടതിയിലേക്ക് എത്തുന്ന ഹർജികളുടെ എണ്ണത്തിൽ, അല്ലെങ്കിൽ ഈ നിയമ പോരാട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സഹായകരമാകും. ഇത്തരമൊരു കാര്യം ആരോഗ്യകരമല്ല, അല്ലെങ്കിൽ ഗവർണർമാരും സംസ്ഥാന സർക്കാരുകളുമായി ഏറ്റുമുട്ടുന്നത് ആരോഗ്യകരമായ ഒരു പ്രവണതയല്ല എന്ന കാര്യവും കൂടി അദ്ദേഹം ജസ്റ്റിസ് ബി നാഗരത്ന വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണർമാർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭരണഘടന എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിർവഹിക്കണം എന്ന കാര്യം കൂടിയാണ് ജസ്റ്റിസ് ബി നാഗരത്ന ഓർമ്മിപ്പിച്ചത്. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ചാണ് ജസ്റ്റിസിന്റെ ഈ വിമർശനം.